السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്റെ അടിമകളെ പല രൂപത്തിലാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എന്റെ ഇബാദുകളെ എന്ന് വിളിച്ചിട്ട്, എന്റെ അടിമകളെ എന്ന് യാ ഇബാദി എന്ന് വിളിച്ചിട്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന കഫറു, ഹേ അവിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ ബനു ഇസ്രായേലുകാരെ വിളിക്കുന്നുണ്ട്, യാ ബനി ഇസ്രായേൽ, യാ ബനി ആദം, യാ അയ്യുഹൻ നബി. ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു ഓരോരാൾക്കാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന് കൂടി അള്ളാഹു വിളിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് തരണം. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ എന്ന് അള്ളാഹു വിളിക്കുന്നത് കേട്ടാൽ നീ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അതിനുശേഷം അള്ളാഹു പറയാൻ പോകുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ഖൈറായിരിക്കും, ഖൈറുൻ യഅ്മുറു ബിഹി, ഒന്നുകിൽ എന്തെങ്കിലും ഖൈറ് കൊണ്ട് അള്ളാഹു കൽപ്പിക്കുകയായിരിക്കും അതിനുശേഷം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷർറായിരിക്കും, അത് അള്ളാഹു നഹി ചെയ്യുന്ന, നിരോധിക്കുന്ന എന്തെങ്കിലും ഷർറായിരിക്കും അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ടാവുക. അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു സംസാരിക്കുന്ന വിഷയങ്ങൾ മുഅ്മിനീങ്ങൾ പ്രത്യേകം കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചിട്ട് അള്ളാഹു ഖുർആനിന്റെ ആരംഭത്തിൽ തന്നെ, സൂറത്തു ബഖറയുടെ ആരംഭത്തിൽ തന്നെ ജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. യാ അയ്യുഹൻ നാസ് ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിട്ടുള്ളവനായ ആ റബ്ബിന് വേണ്ടി മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ ജനങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് അള്ളാഹു തൗഹീദ് പറഞ്ഞു കൊടുത്തു. പിന്നീട് ആ തൗഹീദിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ടാണ് പിന്നെ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളിൽ നിന്നും മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് നീ പ്രത്യേകം കേൾക്കണമെന്ന്. ആ യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഏറ്റവും ആദ്യം ഖുർആനിൽ കുറെ സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു വിളിക്കുന്നുണ്ട്.
അതിൽ ഒന്നാമതായിക്കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സൂറത്ത് ബഖറയിൽ തന്നെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ. നിങ്ങൾ പ്രവാചകനോട് സംസാരിക്കുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ റാഇന, ലാ തഖൂലു റാഇന, റാഇന എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം അത് രണ്ടർത്ഥം വരുന്ന വാക്കാണ്. ഒരു മോശമായ അർത്ഥമുണ്ട്, പിന്നെ നല്ലൊരു അർത്ഥമുണ്ട്. നല്ലൊരു അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊന്ന് പരിഗണിക്കുക, നമ്മൾ പറയുന്നത് കേൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് സഹാബാക്കൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യഹൂദികള് റായി, ആട്ടിടയന് റായി എന്ന് പറയും, ആട്ടിനെ മേയ്ക്കുന്ന ആൾക്ക്. ആ ഒരു അർത്ഥം വെച്ചിട്ടാണ് യഹൂദികൾ റസൂലുള്ളാഹിനെ റായി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. റായിന, നമ്മുടെ ആട്ടിടയൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു കളിയാക്കിക്കൊണ്ടാണ് യഹൂദികൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാന്റെ കൽപ്പന വന്നു മുഅ്മിനീങ്ങളോട്, ലാ തഖൂലു റായിന, ഇനി മുതൽ നിങ്ങൾ റായിന എന്ന് പറയരുത് റസൂലുള്ളാഹി തങ്ങളോട്. മറിച്ച് എന്ത് പറയണം? പ്രവാചക ഇസ്മഉ വഖൂലു ഉൻദുർന, പ്രവാചകനെ നമ്മളൊന്ന് നോക്ക്, നമ്മൾ പറയുന്നത് കേൾക്ക് എന്നുള്ള ആ ഇസ്മഅ എന്ന വാക്ക് അല്ലെങ്കിൽ ഉൻദുർ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ആയത്തിൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള താക്കീതാണ് നൽകുന്നത്. വഅദുൻ ശദീദ്, കഠിനമായിട്ടുള്ള ഒരു താക്കീത് നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ യഹൂദികളുടെയും നസ്രാനികളുടെയും സംസ്കാരത്തെയും അവരുടെ ആഘോഷങ്ങളെയും അവരുടെ പരിപാടികളെയും നിങ്ങൾ ചെയ്യരുത്. മുഅ്മിനീങ്ങളോടുള്ള അള്ളാഹുവിന്റെ താക്കീതാണ്. നിങ്ങൾ നസ്രാനികളുടെയും യഹൂദികളുടെയും അവർ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ, അവർ പ്രത്യേകം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവർ പ്രത്യേകം ഉപയോഗിക്കുന്ന അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് ഈ കാര്യങ്ങളിൽ എന്ന് പ്രത്യേകം അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു താക്കീത് നൽകുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക് ഈ ആയത്തിലൂടെ എന്ന്. പക്ഷെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? കല്യാണത്തിന്റെ വിഷയം എടുത്തു നോക്കിയാലും, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മുസ്ലിം പെങ്ങന്മാരുടെ, നമ്മുടെ പെൺമക്കളുടെ, നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാവർക്കും യൂറോപ്യൻ സ്റ്റൈലാണല്ലോ വേണ്ടത്. വെസ്റ്റേൺ മോഡേണും അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഖുർആനിന്റെ ആൾക്കാരാണ്, നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, സഹാബാക്കളാണ് നമ്മുടെ മാതൃക എന്നൊക്കെ പറയുന്ന സലഫികളുടെ ഇടയിൽ പോലും ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു ഖുർആനിൽ ആദ്യമായി വിളിച്ചിട്ട് പറഞ്ഞ കാര്യത്തിന് തന്നെ ധിക്കാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സലഫി കുടുംബങ്ങളിലും പലരും ഇതിന് ധിക്കാരമാണ്. അത് ബർത്ത്ഡേ ആഘോഷമായാലും ശരി, നസ്രാനികളുടെയും യഹൂദികളുടെയും മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുക്കലാണെങ്കിലും ശരി, ഇങ്ങനെ പല രൂപത്തിലും ഈ അള്ളാഹുവിന്റെ വിളിക്ക് ധിക്കാരമാണ് പല സലഫികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അഖീദയിൽ തന്നെ തൗഹീദിൽ തന്നെ അള്ളാഹിനോട് ധിക്കരിച്ചവരാണ്. അവരുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. സലഫികൾ എന്ന് പറയുന്നവർ, തൗഹീദ് അംഗീകരിച്ചവർ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് അംഗീകരിച്ചവർ തന്നെ അള്ളാഹുവിന്റെ ഈ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത് എവിടെയാണ്? യാ അയ്യുഹല്ലദീന ആമനു എന്ന് ചില സൂറത്തുകൾ തന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദയുടെ ആരംഭം യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ചില ഹദീസിൽ കാണാൻ സാധിക്കും സൂറത്തുൽ മാഇദ മുഴുവനായിട്ടും ഒരുമിച്ചാണ് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ സൂറത്തുൽ മാഇദ ഇറങ്ങുന്നത്. ഒട്ടകത്തിന് താങ്ങാൻ കഴിയാത്ത വിധം ഇതിന് ഭാരമുണ്ടായിരുന്നു എന്നാണ് സഹാബാക്കൾ പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. ഒട്ടകത്തിന് താങ്ങാൻ കഴിയുന്നില്ല ഈ സൂറത്തിന്റെ ഭാരം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നാം വളരെ ഭാരമുള്ള ഒരു വാക്കുകളാണ് നിനക്ക് ഇറക്കി തരുന്നത് എന്നാണ് റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സൂറത്ത് ആരംഭിക്കുന്നത്, സൂറത്തുൽ മാഇദ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ഏത് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ഏത് വാക്കുകൾ എടുത്തു, ഏത് ആയത്തുകൾ എടുത്തു നോക്കിയാലും ഒന്നുകിൽ അതിന്റെ ശേഷം വരുന്നത് ഒരു കൽപ്പനയായിരിക്കും, ഇല്ലെങ്കിൽ ഒരു നഹി ആയിരിക്കും. ഒന്നുകിൽ അംറായിരിക്കും, ഇല്ലെങ്കിൽ നഹി ആയിരിക്കും. ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാൻ പറയുകയായിരിക്കും, ഇല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുകയായിരിക്കും. ഈ സൂറത്തുൽ മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞ വിഷയം എന്താണ്? ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറ് പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ,
ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറ് പാലിക്കുന്നവരാകണം. ആ കരാറുകൾ എന്തൊക്കെയാണ്? എല്ലാ കരാറുകളും അതിൽ പെട്ടു. സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ കരാറുകളെ എണ്ണുന്നിടത്ത് അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞത് അള്ളാഹുവുമായിട്ടുള്ള കരാറാണ്. അള്ളാഹുവിന് മുഅ്മിനീങ്ങൾ കൊടുത്ത കരാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ അള്ളാഹുവിന് കൊടുത്ത ആ കരാറുണ്ടല്ലോ, ആ ഷഹാദത്ത്, അതാണ് ഒന്നാമത്തെ കരാർ. അപ്പൊ അത് വെറുതെ കൊടുത്താ പോരാ. വെറുതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം, പാലിക്കണം, കരാറ് പാലിക്കണം, പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാകണം നിങ്ങൾ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാമത്തെ കരാറ് അള്ളാഹുവിനോടുള്ള കരാറാണ്. അള്ളാഹുവിനെ മാത്രമേ ഏത് പ്രയാസഘട്ടത്തിലാണെങ്കിലും ശരി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയുകയുള്ളൂ. എന്റെ പരാതികൾ ആ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ ബോധിപ്പിക്കുകയുള്ളൂ. ഞാൻ ആ റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കും. ഏതുപോലെ? റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ. റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹുവിന് കൊടുത്ത, റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കുമെന്ന് റബ്ബിന് കൊടുത്ത കരാറ്, ആ കരാറാണ് ഒന്നാമതായിട്ട് നമ്മൾ പാലിക്കേണ്ടത്. പിന്നെയുള്ളത് ആ കരാറ് പാലിക്കുന്നവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ്. കല്യാണം അതൊരു കരാറാണ്. അള്ളാഹു പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള ഒരു കരാറാണത് എന്നാണ് അള്ളാഹു അതിനെ കല്യാണത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്, നിക്കാഹിനെ സൂചിപ്പിച്ചിട്ടുള്ളത്. മീസാഖൻ ഗലീദ. അതേപോലെ തന്നെ കച്ചവടം അതൊരു കരാറാണ്. കച്ചവടത്തിൽ ശരിക്കത്ത് രണ്ടുപേരും ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ കരാറാണ്. ഇനി നമ്മളൊരു ഒരാളോട് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നത് ചെയ്യാം, ഇന്നടുത്ത് വരാം, നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തരാം എന്നൊരാൾക്കൊരു വാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. ആ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കാതിരിക്കുക, അതിനെ ലംഘിക്കുക എന്നുള്ളത് അത് മുനാഫിഖിന്റെ അടയാളമാണ്. അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഒന്നാമത്തെ കരാറ് ലംഘിച്ചവർ മുശ്രിക്കീങ്ങളാണ്. അള്ളാഹുവിന് കൊടുത്ത കരാറുകൾ ലംഘിച്ചവർ മുശ്രിക്കീങ്ങളാണ്. അതിന്റെ കീഴിലുള്ള കരാറുകൾ ലംഘിക്കുന്നവർ അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖിന്റെ അടയാളങ്ങൾ 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വ ഇദാ വഅദ അഖ്ലഫ, അവൻ ഒരു വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കും. വ ഇദാ തുമിന ഖാന, അവൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇത് 3ഉം മുനാഫിഖിന്റെ അടയാളമാണ്. അപ്പോ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളത് മുനാഫിഖിന്റെ അടയാളമാണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ അടയാളവും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ആരാണ്? വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർക്ക് വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും അവരുടെ കരാറുകളും അവർ പരിഗണിക്കുന്നവരും പൂർത്തീകരിക്കുന്നവരുമാണ്. മുഅ്മിനീങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും. കാരണം യാ അയ്യുഹല്ലദീന ആമനു, ഹേ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു അവനോട് പറഞ്ഞിട്ടുണ്ട്, ഔഫൂ ബിൽ ഉഖൂദ്, നീ വാക്ക് പാലിക്കുന്നവനാകണം. വാക്ക് പാലിക്കുന്നവനാകണം. അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, അത് ഏത് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ശരി, അത് പൂർത്തീകരിക്കുന്നവനാണ് മുഅ്മിൻ. അതിൽ എന്തെങ്കിലും ഒരു വഞ്ചന കാണിച്ചാൽ അത് നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ കുല്ലുക്കും റാഇൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അലാ കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഉത്തരവാദിത്തത്തെ പറ്റി അവൻ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു പറഞ്ഞല്ലോ, വഔഫൂ ബിൽ ഉഹൂദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ കരാറുകൾ, ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കണം. നാളെ അത് അള്ളാഹുവിന്റെ ആഖിറത്തിൽ നാളെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മുഫസ്സിരീങ്ങൾ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ പറഞ്ഞ വാക്കുകൾ അവൻ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ കൊടുത്ത കരാറുകൾ അവൻ എത്രത്തോളം പാലിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അവനിക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇനി അവൻ അതിൽ വഞ്ചനയാണ് കാണിച്ചതെങ്കിൽ അതിനുള്ള ശിക്ഷയും അവന് ലഭിക്കുന്നതാണ്. ഈ രൂപത്തിൽ നാളെ ആഖിറത്തിൽ ഓരോ വാക്കുകളും ഓരോ കരാറുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ നിങ്ങൾ പൂർത്തീകരിക്കണം. അലാ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി ഫൽ അമീറു അല്ലദീ അലൻ നാസി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി. ഒരു ജനതയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അമീർ,
ആ ജനതയുടെ ഉത്തരവാദിത്തം ആ അമീറിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു നാളെ അവനെ ചോദ്യം ചെയ്യുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വറജുലു റാഇൻ, വറജുലു റാഇൻ, ഒരു മനുഷ്യൻ, ഒരു ആണ്, അവന്റെ ഉത്തരവാദിത്തം എന്താണ്? അലാ അഹ്ലി ബൈത്തിഹി, അവന്റെ വീട്ടുകാരുടെ ഉത്തരവാദിത്തം അള്ളാഹു അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഭാര്യയുടെയും മക്കളുടെയും ഉത്തരവാദിത്തം അള്ളാഹു അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും. മക്കളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മാതാപിതാക്കൾക്ക്. ഒരു അസറിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള ഒരു സംഭവം. ഒരു മനുഷ്യൻ വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പരാതി പറയുന്നുണ്ട്, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, അവൻ ഭയങ്കര അനുസരണക്കേടാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ആ മകനെ വിളിപ്പിച്ചു. എന്നിട്ട് മകനോട് സംസാരിച്ചു. അപ്പോ മകൻ ചോദിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്, അല്ല, മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ടോ? ഓക്കെ, മാതാപിതാക്കൾക്ക് മക്കളോട് എന്തെങ്കിലും കടമകളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ആ മക്കൾക്ക് നല്ല ഉമ്മാനെ, ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തത്, മക്കൾക്ക് നല്ല പേരിടുക, അർത്ഥമുള്ള പേരിടുക. മൂന്നാമത്തത്, ആ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക. ഒന്ന്, നല്ല ഉമ്മാനെ, ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിനെ ഒരു ആണ് കല്യാണം കഴിക്കുന്നത് 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, ലിമാലിഹ, അവളുടെ സ്വത്ത് നോക്കിയിട്ട്, വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്, വലി നസബിഹ, അവളുടെ തറവാടിത്വം നോക്കിയിട്ട്, വലി ദീനിഹ, അവളുടെ ദീന് നോക്കിയിട്ട്. ഫൽഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, നീ അതിൽ ദീനുള്ളവളെ സെലക്ട് ചെയ്യണം. തരിബത് യദാക്, നിനക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. അപ്പോ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്നുള്ളത് ആ മക്കൾക്ക് ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ മക്കൾക്ക് നല്ല അർത്ഥമുള്ള പേരിടുക എന്നുള്ളതാണ്. ആ മക്കൾക്ക് പേരിടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സഹാബാക്കളുടെ മക്കളുടെയും പേരുകൾ റസൂലുള്ളാഹി തങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഒരാളുടെ പേര് ചോദിച്ചപ്പോ ഒരു സ്ത്രീയുടെ പേര് ആസിയ എന്ന് പറഞ്ഞു. ആസിയ എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആസിയ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് ജമീല എന്നാണ്, ആസിയ എന്ന പേര് ഒഴിവാക്കണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സഫീന എന്ന് പേരുള്ള പെണ്ണുങ്ങളുണ്ട്. സഫീനയുടെ അർത്ഥം എന്താണ്? കപ്പല് എന്നാണ് സഫീനയുടെ അർത്ഥം. ഒരു പെണ്ണിന് പേരിട്ടത് സഫീന, കപ്പല്. ഷാഹിന എന്ന് പേരുള്ളവരുണ്ട്. ഷാഹിന എന്ന് പറഞ്ഞാൽ എന്താ? ലോറി. അതായത് ആദ്യത്തെ അക്ഷരം നോക്കിയിട്ട് പേരിടുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ത്രാസ് വെക്കുന്ന രൂപത്തിൽ നോക്കിയിട്ട് പേരിടുക, അങ്ങനെയൊക്കെ പേരിടുന്നത്. അല്ലാതെ അർത്ഥം നോക്കിയിട്ടോ അതിന് വരാനിരിക്കുന്ന ഇനി ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ നോക്കി അതൊന്നും നോക്കുന്നില്ല. വെറും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് പേരിടുകയാണ്. ഓരോ രൂപം നോക്കിയിട്ട്, പറയാൻ നല്ല രസമുള്ള പേര്, നല്ല സ്റ്റൈലുള്ള പേര്, അതൊക്കെ നോക്കിയിട്ട് ഇപ്പൊ എല്ലാവരും പേരിടുന്നത്. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. പക്ഷെ അങ്ങനത്തെ പേരുകളൊന്നും ഇപ്പൊ ആർക്കും പറ്റൂല. എല്ലാവരും ട്രെൻഡിന്റെ പിറകിലാണ്. ആർക്കും അങ്ങനത്തെ പേരുകൾ, അതൊക്കെ പഴഞ്ച പേരുകളാണ്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ ഒക്കെ പഴഞ്ച പേരുകളാണ്. അതൊന്നും ആർക്കും പറ്റൂല. ഇപ്പൊ മോഡൽ പേരുകൾ വേണം. പേരിന് ജീവിതത്തിൽ നല്ല സ്വാധീനമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഒരു കിതാബില് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്, ഒരു അസർ. അത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് തന്നെയാണ് ആ സംഭവം വിശദീകരിക്കുന്നത്. ഒരു മനുഷ്യൻ വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഷിഹാബ്. ഷിഹാബ് എന്ന് പറഞ്ഞാൽ എന്താ? തീയുടെ ആ മുകൾ ഭാഗത്ത്, തീ കത്തുമ്പോ ആ മുകൾ ഭാഗത്തുള്ള ആ തീനാളത്തിനാണ് ഷിഹാബ് എന്ന് പറയാ. അയാളുടെ കുടുംബ പേര് ചോദിച്ചപ്പോ അതും തീയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കബീല, ഗോത്രം എല്ലാം തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരുകളാണ്. അദ്ദേഹം തീക്കനല്, തീക്കട്ട, തീനാളം, അങ്ങനെ ഫുള്ള് തീയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. അപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ പോയി നോക്ക്, നിന്റെ വീട് അവിടെ ബാക്കിയുണ്ടോ എന്ന് പോയി നോക്ക്, ചിലപ്പോൾ അത് കത്തിക്കരിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം പോയി നോക്കിയപ്പോ വീട് കത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഒരു അസറായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ഗോത്രത്തിന്റെ
ഒരു സഹാബി വന്നപ്പോ, അസ്ലം എന്നാണ് ആ സഹാബിയുടെ പേര്. ആ സഹാബി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പേര് ചോദിച്ചു. അസ്ലം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്ലംന, ഇനി നമ്മൾ കഴിച്ചലായി. ആ സഹാബി വന്നപ്പോ റസൂൽ ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ആ സഹാബിയുടെ പേര് കേട്ടപ്പോ. ആ സഹാബിയിലൂടെ അള്ളാഹു പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സഹ്ൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പേര് പറഞ്ഞപ്പോ സഹ്ൽ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. അപ്പൊ പേരിന് മനുഷ്യന്റെ ജീവിതവുമായിട്ട് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ നല്ല അർത്ഥമുള്ള പേരുകൾ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പലരുടെയും പേരുകൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് സഹർ, പാറക്കല്ല് എന്നർത്ഥം വരുന്ന സഹർ, അങ്ങനത്തെ പേരുകൾ റസൂലുള്ളാഹി തങ്ങൾ മാറ്റിയിട്ട് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെ പേര്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് റസൂലുള്ളാഹി തങ്ങൾ മാറ്റി കൊടുത്തതാണ്. അങ്ങനെ പല സഹാബാക്കളുടെയും പേര് റസൂലുള്ളാഹി തങ്ങൾ പിന്നീട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ പേര് നല്ല അർത്ഥമുള്ള പേരുകൾ വെക്കുക. ഒരു പെൺകുട്ടിയുടെ പേര് കേട്ടു, മഷൂഫ. ഷാഫെ ഷൂഫ് എന്ന് പറഞ്ഞാൽ, ഷൂഫ് എന്ന് പറയില്ലേ, നോക്കുക എന്നർത്ഥം. അപ്പൊ മഷൂഫ എന്ന് പറഞ്ഞാല് നോക്കപ്പെടുന്നവൾ, എല്ലാരും അവളെ നോക്കും. അതിനെ പൊമ്മക്കൾക്ക് മഷ്റൂഫ എന്നാണെങ്കിൽ നല്ലൊരു അർത്ഥമായി, ഷറഫാക്കപ്പെട്ടവൾ എന്നായി. അപ്പോ അർത്ഥം നോക്കിയിട്ട് പേരിടുക, അത് മക്കളുടെ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമുണ്ട്. മൂന്നാമതായിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? മക്കളെ ദീൻ പഠിപ്പിക്കുക. മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് മക്കൾ. ആ ഉത്തരവാദിത്തം നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ആ മക്കളോട് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്, തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളത്. ഒരു ദഈഫായ ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യങ്ങൾ പഠിപ്പിക്കണം. ഹുബ്ബ നബിയിക്കും, നിങ്ങളുടെ നബിയിനോടുള്ള സ്നേഹം നിങ്ങൾ ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം നിങ്ങൾ ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നബിയിനോടുള്ള സ്നേഹം നിങ്ങൾ ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലഈഫായ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയാണ് മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്. ചെറുപ്പം മുതലേ തൗഹീദ് പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ 7 വയസ്സുള്ള കുട്ടീനോട് നമ്മൾ പോയി നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അവരോ പറയും, എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ നിസ്കരിക്കാനൊക്കെ പറയുന്നത്, കുറച്ച് വലുതായിക്കോട്ടില്ലേ, എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ നിസ്കരിക്കാൻ പറയുന്നത്? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. മക്കൾ ഉത്തരവാദിത്തമാണ്. നാളെ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ പിന്നെ നിസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 10 വയസ്സായാൽ അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം, അവരെ അടിച്ചിട്ട് നിസ്കരിപ്പിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനയാണ്. അവർ വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, 10 വയസ്സായില്ലേ, ചിന്തിക്കാനുള്ള പ്രായമായില്ലേ, അങ്ങനെയല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അടിച്ച് നിസ്കരിപ്പിക്കണം. മക്കൾ ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ ആ ദീനിനോടുള്ള സ്നേഹം മക്കളുടെ മനസ്സിൽ ചെറുപ്പം മുതൽ ഇട്ടുകൊടുക്കണം. നിസ്കരിക്കാന് കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തോന്നണം, ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ സമയമായല്ലോ. അതുപോലെ തന്നെ ചെറിയൊരു വകതിരിവ് എത്തിക്കഴിഞ്ഞാൽ, 7 വയസ്സൊക്കെ ചെറിയൊരു വകതിരിവ് പറഞ്ഞാൽ തിരിയുന്ന സമയമായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടി കൊണ്ടുപോകണം. സ്ഥിരമായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി ശീലിപ്പിക്കണം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ. അതുപോലെ മക്കളുടെ എല്ലാ വിഷയത്തിലും നമ്മൾ ഇപ്പൊ പ്രവാസികളായിട്ടുള്ളവർ മക്കളോട് ഫോൺ ചെയ്യുമ്പോൾ, വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അവരുടെ നിസ്കാര കാര്യം, അവർ ഖുർആൻ ഓതുന്ന വിഷയം, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഗൗരവത്തോടു കൂടി ചോദിക്കേണ്ടത്. സ്കൂളത്തെ വിഷയങ്ങളൊക്കെ ഭയങ്കര ഗൗരവത്തോടു കൂടി ചോദിക്കും. സ്കൂൾ പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ ഹോംവർക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഗൗരവത്തോടു കൂടി ചോദിക്കും. അതിനേക്കാൾ ഗൗരവത്തില് ഒരു മുസ്ലിം ആയിട്ടുള്ള പിതാവ് എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ തന്റെ മക്കളുടെ വിഷയത്തിൽ ചോദിക്കേണ്ടത് അവന്റെ നിസ്കാരത്തെ പറ്റിയാണ്, അവന്റെ ഖുർആൻ പാരായണത്തെ പറ്റിയാണ്, അവന്റെ മദ്രസ പഠനത്തെ പറ്റിയാണ്. ഈ വിഷയങ്ങളായിരിക്കണം നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ. അതായിരിക്കണം മക്കളെ നമ്മൾ ശീലിപ്പിക്കേണ്ടതും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ആ ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യങ്ങളുടെ വിഷയത്തിൽ
അവൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ്. നാളെ ആഖിറത്തിൽ അവൾ ചോദ്യം ചെയ്യപ്പെടും. പണ്ടുള്ളവർ പറയാറുണ്ട്, അൽ ഉമ്മു മദ്രസത്തുൻ, ഒരു വീട്ടിലുള്ള മദ്രസ അത് ഉമ്മയാണ്. ഉമ്മയാണ് ആദ്യത്തെ മദ്രസ. ആ മദ്രസയിൽ നിന്നാണ് മക്കൾക്ക് തർബിയത്ത് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യണമെന്ന്. ഉമ്മാക്ക് ദീനില്ലെങ്കിൽ പോയി പിന്നെ മക്കൾ നന്നാവൂല. അതുകൊണ്ട് ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യുക. എന്തിന്? എന്റെ മക്കൾ, എന്റെ ഭർത്താവിന്റെ മക്കള് എനിക്ക് ഉത്തരവാദിത്തമാണ്, റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കണം. എന്റെ മക്കളുടെ നിസ്കാരം ഞാൻ ശ്രദ്ധിക്കണം, അവരുടെ ദിക്ർ ദുആകൾ ഞാൻ ശ്രദ്ധിക്കണം, അവർ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഞാൻ ശ്രദ്ധിക്കണം, അവർ ഖുർആൻ ഓതുന്നത് ഞാൻ ശ്രദ്ധിക്കണം, അവരുടെ ദീനിന്റെ വിഷയത്തിൽ എത്രത്തോളം എന്റെ മക്കൾക്ക് അറിവുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണം എന്നൊരു ബോധമുണ്ടാകണമെങ്കിൽ അവൾ ദീനുള്ള ഉമ്മയായിരിക്കണം. അതുകൊണ്ടാണ് ദീനുള്ള ഉമ്മാനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ദീനില്ലാത്ത ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും തന്നെ ദീനിയായിട്ടുള്ള തർബിയത്ത് മക്കൾക്ക് ലഭിക്കൂല. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ ദീൻ ഉണ്ടാക്കിയെടുക്കണം. അവരാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, അവരാണ് നമ്മുടെ മക്കൾക്ക് തർബിയത്തിൽ കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഭാര്യമാർക്കും ദീനനുസരിച്ച് ജീവിക്കാനും ആ ദീനോടുകൂടി മക്കളെ തർബിയത്തോടുകൂടി സാലിഹീങ്ങളാക്കി വളർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹ് പറയാ, കാഫിരീകളുടെ വിഷയത്തിലാണെങ്കിലും നീ വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനതൻ ഫംബിദ് ഇലൈഹിം അലാ സവാ. അതായത് മദീനയിൽ വെച്ച് ജൂതന്മാരോട് കരാറിൽ ഏർപ്പെട്ടല്ലോ. പക്ഷെ ജൂതന്മാർ കരാർ ലംഘിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയാ, നീ അവർ കരാർ ലംഘിക്കുമെന്ന് നീ ഭയക്കുന്നുണ്ടെങ്കിൽ അവരോട് നേരത്തെ പോയിട്ട് ആ കരാർ അവസാനിപ്പിക്കണം, അല്ലാതെ നീയും കരാർ ലംഘിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, അള്ളാഹു വഞ്ചകരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, വലൗ കാന ഫീ ഹഖ്ഖിൽ കാഫിർ, ഒരു കാഫിറിന്റെ വിഷയത്തിലാണെങ്കിൽ ശരി വഞ്ചന കാണിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വാക്ക് പാലിക്കുക എന്നുള്ളത് മുഅ്മിനിന്റെ അടയാളമാണ്, വാക്ക് ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ്. അതുകൊണ്ട് കാഫിരീങ്ങളോടാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീകൾ പിടിച്ചു വെച്ചു അവരെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മക്ക മദീനയിലേക്ക് വിടൂല. അവര് പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, നമ്മളെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾ എടുത്തോ. നമ്മളെ സ്വത്ത് വേണോ, സമ്പാദ്യം വേണോ, നമ്മളെ കച്ചവടം വേണോ, സകലത് നിങ്ങൾ എടുത്തോ, നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണം. അവർ പറഞ്ഞു, പോയിക്കോ, പക്ഷെ ഒരു വാക്ക് പാലിക്കണം, വാക്ക് തരണം. നിങ്ങളൊരു വാക്ക് തരണം, ഒരു കരാറ്, നമ്മൾ തമ്മിൽ ഒരു കരാറ് വേണം. എന്താണ്? നിങ്ങൾ പോയതിന് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. മുഹമ്മദിന്റെ കൂടെ നമുക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുകയില്ല എന്നൊരു വാക്ക് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ. അദ്ദേഹത്തിന്റെ പിതാവ് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി സകലതും ഒഴിവാക്കിയിട്ടാണ് മക്കത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അവർ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിലും നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ മതി, നമ്മൾ വാക്ക് തരാം, ഞങ്ങള് മുഹമ്മദിന്റെ കൂടെ നിങ്ങൾക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുകയില്ല. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ ബദ്ർ യുദ്ധത്തിന്റെ സമയമായി. ബദ്ർ യുദ്ധ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ. ഒരാളെയെങ്കിലും കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ അതും റസൂലുള്ളാഹി തങ്ങൾക്ക് ഖൈറാൻ. ഒരാളെ കൂടി കിട്ടുകയാണെങ്കിൽ അതും ഖൈറാൻ. അങ്ങനെ ആ സമയത്താണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ഈ സംഭവം വിവരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളോട്. പ്രവാചകരെ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുഹമ്മദിന്റെ കൂടെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്നൊരു വാക്ക് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് റസൂൽ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവരോടുള്ള വാക്ക് പാലിക്കണം, നിങ്ങൾ ബദ്ർ യുദ്ധത്തിൽ വരേണ്ടതില്ല. നിങ്ങൾ ആ കാഫിരീകൾ മുശ്രിക്കീങ്ങൾക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കണം. നിങ്ങൾ അവർക്കെതിരെ എന്റെ കൂടെ യുദ്ധം ചെയ്യേണ്ടതില്ല, ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും തിരിച്ചയക്കുകയുണ്ടായി. അവർ രണ്ടുപേരും ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല.
അവർ രണ്ടുപേരും ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹദ് യുദ്ധം വന്നപ്പോ രണ്ടാളും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ രണ്ടാളും പങ്കെടുത്തു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവും. അങ്ങനെ ആ ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ആ രണ്ടാം ഘട്ടം ഉണ്ടല്ലോ, ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഘത്തെയും കൊണ്ട് ആ ജബലുർ റുമാത്തിന്റെ പിറകിലൂടെ വന്ന് ആകെ മിക്സായി, മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും മിക്സ്ഡായി, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല. എല്ലാവരും അറബികളാണ്, എല്ലാവരും വസ്ത്രങ്ങളെല്ലാം ഒരേപോലെയാണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്തൊരവസ്ഥ. അങ്ങനെ സഹാബാക്കൾ യമാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാനെ വധിക്കുകയുണ്ടായി. അവിടെ സഹാബാക്കളാണ് സഹാബിയായിട്ടുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാനെ കൊല്ലുന്നത്. അത്രത്തോളം മിക്സ്ഡായി, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാത്തൊരവസ്ഥ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെന്റെ ഉപ്പയാണ് കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വെപ്രാളത്തിന്റെ ഇടയിൽ സഹാബാക്കൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പാനെ വധിക്കുകയുണ്ടായി. അവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, നിങ്ങൾ എന്റെ ഉപ്പാനെ കൊന്നല്ലോ. അതിനുശേഷം അതിന് പകരമായിട്ട് ഫിദിയ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് പ്രത്യേകം കൽപ്പിച്ച ഒരു കാര്യമാണ് ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണം, നിങ്ങൾ വാക്ക് പാലിക്കുന്നവരാകണം, നിങ്ങൾ വാക്ക് ലംഘിക്കരുത്. അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഒന്നാമത്തെ കരാറ് അത് അള്ളാഹുവുമായിട്ടുള്ള കരാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ കരാറാണ് ഒന്നാമത്തെ കരാറ്. പിന്നെ അതിന്റെ കീഴെ വരുന്നത് അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഞാൻ ഹറാമായിട്ട് തന്നെ കാണും. അത് അള്ളാഹുവിനോടുത്ത കരാറാണ്. അള്ളാഹുവെ, നീ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഹറാമാണ്, അത് ഞാൻ ചെയ്യുകയില്ല. അള്ളാഹു ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലായിട്ട് കാണുകയും അത് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും, അതിന് ഞാൻ ഹറാമായിട്ട് കാണൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു ചോദിച്ചത്, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ ആ ഭക്ഷണം കഴിക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, പ്രവാചകരെ, അള്ളാഹു ഹലാലാക്കിയത് നിങ്ങൾ എന്തിനാ ഹറാമാക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും അനുവാദം ഇല്ല അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കാനോ, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കാനോ റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും അനുവാദം ഇല്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. ഒരിക്കലും അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റൂല. അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞ കാര്യം നമ്മൾ വെറുതെ നമ്മളെ തൊട്ട് അതിനെ തടഞ്ഞു വെക്കാനും പറ്റൂല, അതെനിക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും കരാറ് പാലിക്കുന്ന, വാക്ക് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആദ്യമായിട്ട് അള്ളാഹുവിനോടുള്ള കരാർ, അത് നമ്മുടെ മക്കളെയും നമ്മൾ ശീലിപ്പിക്കണം. തൗഹീദ് നമ്മുടെ മക്കളെയും നമ്മൾ ശീലിപ്പിക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പം മുതലേ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ ഇട്ടുകൊടുക്കണം. അങ്ങനെ കരാറ് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.